ഹായ് ഫ്രണ്ട്സ്, തനി നാടൻ ഒരു വെള്ളരിക്ക മോരുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാൻ നല്ലൊരു വെള്ളരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് കഴുകിയതിന് ശേഷം ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. മൺചട്ടിയാണ് ഞാൻ നാടൻ കറികൾ വയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളരിക്ക് വെന്ത് വരുമ്പോൾ അതിലോട്ട് ഉപ്പുണ്ടാവും. അതിലോട്ടൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വെള്ളരിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വെള്ളരിക്ക വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ അതിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക വെന്തോന്ന് പറയാൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് 2 പീസായിട്ട് മാറുന്നതായിരിക്കും. ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ഒരു 1/2 മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ നാടൻ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 കുഞ്ഞുള്ളി, ചെറുള്ളി, അതുപോലെ ചെറിയൊരു പീസ് കറിവേപ്പില, ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നല്ല പോലെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്കത് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളരിക്ക വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളരിക്ക വെന്തോന്ന് നോക്കി, അത് 2 പീസായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഈ ഒരു കൂട്ടിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല പോലെ തിളച്ച് അതിൻ്റെ അരപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് അരപ്പ് ഒന്നും കൂടി നല്ല പോലെ തിളച്ച് വറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ഗ്രേവി വേണോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. നല്ല കട്ടിയിൽ വേണോ അത് കുറച്ച് ലൂസായിട്ടൊക്കെ വേണോ എന്നൊരു അളവൊക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാം. ഇപ്പോൾ നല്ല പോലെ തിളച്ച് അരപ്പൊക്കെ വറ്റി അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള തൈരാണെങ്കിൽ മിക്സർ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് ചേർക്കാം. നമുക്ക് പുളിയുള്ള തൈര് 1/2 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ചൂടത്ത് കിടന്ന് അതും കൂടി ഒന്ന് ചൂടായിക്കോളും. അല്ലെങ്കിൽ തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഇപ്പം ഞാൻ വെള്ളരിക്കയുടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കണം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയത്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒന്ന് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക. ഒരു ഉള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ നിറമായാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം അധികം ഇട്ട് നമ്മുടെ കറി തിളപ്പിച്ചെടുക്കരുത്. തീ ഓഫാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മൾ കടുക് വറുത്തത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, വളരെ ഈസിയാണ്. ഉപ്പും പുളിയും കറക്റ്റ് ബാലൻസിൽ നിന്നാലാണ് നമ്മുടെ ഈ ഒരു മോരുകറി കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് പുളിയുടെ കുറവുണ്ടെങ്കിൽ മോര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെള്ളരിക്ക മോരുകറി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.